ഒരു വൈദഗ്ധ്യം ശരിക്കും എങ്ങനെയാ പരീക്ഷിക്കുക? അതിനൊരു പഴയ ഉത്തരമുണ്ട്, അതാണ് അഭ്യാസ പരീക്ഷ. അപ്പോ ഈ ചോദ്യത്തിനുള്ള ഉത്തരം എവിടെയാണെന്നല്ലേ? വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും. ഒരു 10ാം ക്ലാസ് മലയാളം പാഠപുസ്തകത്തിൽ മഹാഭാരതത്തിലെ ഒരു കഥയിലൂടെയാണ് ഈ പാഠം പറയുന്നത്, ശ്രദ്ധയുടെ ശക്തിയെപ്പറ്റി. കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഗുരു ദ്രോണാചാര്യർ തന്റെ ശിഷ്യന്മാർക്ക് ഒരു പരീക്ഷണം വയ്ക്കുകയാണ്. പരീക്ഷ ഇതാണ്: മരക്കൊമ്പിലിരിക്കുന്ന ഒരു കൃത്രിമ പക്ഷിയെ എയ്തു വീഴ്ത്തണം. പക്ഷേ ഇത് വെറുമൊരു അമ്പെയ്ത്തു പരീക്ഷയല്ലായിരുന്നു. ദ്രോണർ ആദ്യത്തെ ശിഷ്യനായ യുധിഷ്ഠിരനെ വിളിച്ചു. എന്നിട്ട് വളരെ ലളിതമായൊരു ചോദ്യം ചോദിച്ചു: നീ എന്താ കാണുന്നത്? യുധിഷ്ഠിരന്റെ മറുപടിയിൽ എല്ലാം ഉണ്ടായിരുന്നു: പക്ഷി, മരം, ഗുരു, സഹോദരങ്ങൾ, ചുറ്റുമുള്ളതെല്ലാം അദ്ദേഹം കണ്ടു. ദ്രോണർക്ക് ഒട്ടും തൃപ്തിയായില്ല. പിന്നെ ഓരോരുത്തരായി വന്നു. ചോദ്യം ഒന്നുതന്നെ, പക്ഷേ എല്ലാവർക്കും ഏതാണ്ട് ഒരേ മറുപടിയായിരുന്നു. അതുകൊണ്ടുതന്നെ ഓരോരുത്തരായി ആ പരീക്ഷണത്തിൽ പരാജയപ്പെട്ടു. അവരുടെ ശ്രദ്ധ ലക്ഷ്യത്തിൽ മാത്രമായിരുന്നില്ല. ഒടുവിൽ അർജുനന്റെ ഊഴമെത്തി. ദ്രോണർ പ്രതീക്ഷയോടെ അവനെ നോക്കി. ആ നിർണായകമായ ചോദ്യം വീണ്ടും ഉയർന്നു: അർജുന, നീ എന്താണ് കാണുന്നത്? ഞാൻ പക്ഷിയുടെ കണ്ണ് മാത്രമേ കാണുന്നുള്ളൂ. ഇതു കേട്ട ദ്രോണർക്ക് സന്തോഷമായി. അദ്ദേഹം പറഞ്ഞു: എങ്കിൽ ഈയുക. അർജുനന്റെ അമ്പ് കൃത്യമായി ലക്ഷ്യത്തിൽ കൊണ്ടു. ആ ഒരൊറ്റ കാര്യത്തിൽ ശ്രദ്ധിച്ചതുകൊണ്ട് മാത്രമാണ് അവൻ വിജയിച്ചത്. ഇതിനെയാണ് ഏകാഗ്രത എന്ന് പറയുന്നത്, ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവ്. അപ്പോ ഈ പുരാതന കഥ വെറുമൊരു കഥയല്ല. ഇന്നത്തെ വിദ്യാർത്ഥികൾക്ക് ഇതൊരു വലിയ പാഠമാണ്. അതായത് പുരാണത്തിലെ കഥയെ ഇന്നത്തെ ക്ലാസ് മുറിയിലേക്ക് കൊണ്ടുവരികയാണ് ഈ പാഠം ചെയ്യുന്നത്. കഥ വായിച്ച ശേഷം കുട്ടികൾക്കും ഒരു പരീക്ഷയുണ്ട്. ദ്രോണരുടെ പരീക്ഷയുടെ ഒരു പുതിയ പതിപ്പ്, അല്ലേ? അതായത് പണ്ട് കാട്ടിൽ നടന്ന ആ പരീക്ഷയിൽ നിന്ന് ഇന്നത്തെ ക്ലാസ് മുറിയിലെ ഈ പരീക്ഷയിലേക്ക്. സാഹചര്യം മാറിയെങ്കിലും പാഠം ഒന്നുതന്നെ: വിജയത്തിന് ഏകാഗ്രത കൂടിയേ തീരൂ. അപ്പോൾ നിങ്ങളുടെ ജീവിതമെന്ന പരീക്ഷയിൽ ഏതാണ് നിങ്ങളുടെ പക്ഷിയുടെ കണ്ണ്?